Good morning, children. How are you all? Are you all fine? How are all at home? All are fine at home? Okay. Morning, what did you eat in the morning? Was it nice food? It was nice? Okay. Day first day on Monday, I gave you one class test. Did you all write? No. Some of you did not write and showed me. But some children they showed me. Already they showed me. But few children did not show me. When are you going to show? Today itself, today Wednesday evening itself, I must send it to principal about your details. All your details about, I must send it to principal. All your details. You send no, your answer sheet today itself. Those who did not show. Others okay. But those who did not show, they have to show today itself. Okay. Don't forget it. You are not taking it very serious. You have to take it very serious. These are all very serious case only. You have to take it ഗൗരവത്തോടെ എടുക്കണം. പരീക്ഷ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും ഒരു നിസ്സാര കാര്യം പോലെയാണ്. കുറച്ചുകൂടെ നല്ല അതൊരു ആഗ്രഹം, ഒരു ഇഷ്ടമൊക്കെ വേണം. പഠിക്കാനൊരു ഇഷ്ടം, ആഗ്രഹമൊക്കെ വേണം. എങ്കിലേ നമുക്ക് നന്നായി പഠിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് പുതിയ ലെസൺ പഠിക്കാം ഇന്ന്. ലെസൺ 6 അപ്പ് എബോവ് ദ സ്കൈ. ഞാൻ പാട്ടാണ്, അത് പാടാം. എന്നും ഞങ്ങളുടെ മാനത്തൂടെ മിന്നും താരകമോടത്തങ്ങനെ സന്ധ്യമയങ്ങും നേരത്തിങ്ങനെ ചന്ദ്രയുവാൻ വന്നൂടെ. അമ്പിളിമാമനോട് മാളൂന്ന് കുട്ടി പറയാണ്, എന്നും ഞങ്ങളുടെ മാനത്തൂടെ മിന്നും താരകമോടത്തങ്ങനെ സന്ധ്യമയങ്ങും നേരത്തിങ്ങനെ ചന്ദ്രിക തൂകാൻ വന്നൂടെ. ആകാശത്ത് നല്ല എന്നും നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അമ്പിളിമാമന് എന്നും കാണാൻ പറ്റില്ല. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്. പൂർണ്ണ നിലാവുണ്ട്, നല്ല വെളിച്ചമുണ്ട്. അപ്പം മാളൂട്ടി പറയണേ, എന്നും ഇങ്ങനെ വന്നുകൂടെ, എന്നും വന്നുകൂടെ എന്ന് ചോദിക്കണം മാളൂട്ടി. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ മക്കൾ. പേജ് നമ്പർ ഏതാണ്? 59 എടുത്തോ. മിസ് വായിക്കാം. മൂൺലൈറ്റ്. മൂൺലൈറ്റ് മീൻസ് എന്താണ്? നിലാവ്. Oh, so interesting. Countless tingling stars and the moon in all its glory. എന്തൊരു രസമാണ് കാണാൻ. എണ്ണിയാ തീരാത്ത നക്ഷത്രങ്ങളും ഫുൾ മൂണും ആകാശത്തിലെ മനോഹര കാഴ്ചകളാണ്. സോ ഇൻട്രസ്റ്റിംഗ്. കൗണ്ട്ലെസ് ടിംഗ്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ മൂൺ ഇൻ ഓൾ ഇറ്റ്സ് ഗ്ലോറി. ഓക്കെ, എണ്ണിയാ തീരാത്ത നക്ഷത്രങ്ങളും പൂർണ്ണചന്ദ്രനും ആകാശത്തിലെ മനോഹര കാഴ്ചകളാണ്. ഫ്രണ്ട്സ്, ഹാവൻറ്റ് യു സീൻ സച്ച് മാർവലസ് തിങ്സ് ഇൻ ദ സ്കൈ? മാളൂട്ടി ചോദിക്കുകയാണ്, കൂട്ടുകാരെ, ആകാശ കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടില്ലേ? വൈ ഈസ് ദ മൂൺലൈറ്റ് നോട്ട് ഹോട്ട് ഫാദർ? മാളു ആസ്റ്റ്. അച്ഛാ, നിലാവിനെന്താ വെയിൽ പോലെ ചൂടില്ലാത്തത്? വൈ ഈസ് ദ മൂൺലൈറ്റ് നോട്ട് ഹോട്ട് ഫാദർ? മാളു ആസ്റ്റ്. അച്ഛാ, നിലാവിനെന്താ വെയിൽ പോലെ ചൂടില്ലാത്തത്? മാളു ചോദിച്ചു. ദ സൺ ഈസ് എ സ്റ്റാർ ദാറ്റ് ഗീവ്സ് ഔട്ട് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. ദ സൺ ഈസ് എ സ്റ്റാർ ദാറ്റ് ഗീവ്സ് ഔട്ട് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. ബട്ട് ദ മൂൺ കാൺ ഡു ദാറ്റ്. പക്ഷേ ചന്ദ്രന് ചെയ്യാൻ പറ്റുകയില്ല. ഇറ്റ് ഓൺലി റിഫ്ലെക്ട്സ് ഓഫ് സൺലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്, ഫാദർ സെഡ്. മക്കളെ, സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രമാണ്. നല്ല ചൂടും വെളിച്ചവും സൂര്യന് സ്വന്തമായിട്ടുണ്ട്. എന്നാൽ ചന്ദ്രന് അങ്ങനെയല്ല, മൂണിന് അങ്ങനെയല്ല. സ്വയം പ്രകാശിക്കാൻ യാതൊരു കഴിവുമില്ല. ചന്ദ്രന് തന്നിൽ പ്രകാശിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രം ചെയ്യുന്നത്. ഇറ്റ്സ് ഓൺലി റിഫ്ലെക്ട്സ് ദ സൺലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ റിഫ്ലക്സ് ചെയ്യുക മാത്രം ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്? മൂൺ, ഫാദർ സെറ്റ്. മനസ്സിലായി നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ യാതൊരു കഴിവുമില്ല. എന്നാൽ സൂര്യന് സ്വയം പ്രകാശിക്കാൻ കഴിവുണ്ട്, നല്ല ചൂടുമുണ്ട്. സൂര്യന് നക്ഷത്രമാണ്. ഓക്കെ, അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം ചന്ദ്രനെ തട്ടി റിഫ്ലക്സ് ചെയ്യും. അതാണ് നമുക്ക് നിലാവായി കാണുന്നത്. അതുകൊണ്ട് നിലാവിന് വെയിൽ പോലെ ചൂടൊന്നുമില്ല. അതുകൊണ്ട് നിലാവിന് വെയിൽ പോലെ ചൂടില്ല എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്ത അവൾക്ക്. സ്റ്റാർസ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് ഷൈൻ ഇൻ ദ സ്കൈ. ദ സൺ ഈസ് എ സ്റ്റാർ. സ്റ്റാർസ്, നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്
ഹെവൻലി ബോഡീസാണ്. ആകാശത്തിലെ ഹെവൻലി ബോഡീസാണ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ദ സൺ ഈസ് എ സ്റ്റാർ. സൂര്യനും ഒരു നക്ഷത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ്. ദാറ്റ് മീൻസ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കേട്ടോ. പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ്. പ്ലാനറ്റ് മീൻസ് ഗ്രഹങ്ങൾ, സാറ്റലൈറ്റ് മീൻസ് ഉപഗ്രഹങ്ങൾ. എത്ര പ്ലാനറ്റ്സ് ഉണ്ട് അറിയാമോ നമുക്ക്? നമ്മൾ നേരത്തെ 9 പഠിച്ചിരുന്നു. ഇപ്പോൾ പറയുന്നത് 8 ഉള്ളെന്നല്ലേ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഫ്ലൂട്ടോ ഇല്ല. കുഞ്ഞൻ ഇല്ല. ഫ്ലൂട്ടോ കുഞ്ഞനായിരുന്നു, കുഞ്ഞൻ പ്ലാനറ്റ് ആയിരുന്നു, ഇല്ല ഇപ്പം. ഓക്കെ, 8 പ്ലാനറ്റ്സ് ഇപ്പോഴുള്ളല്ലേ ആകെ. അപ്പോൾ ഈ പ്ലാനറ്റിനെ ചുറ്റാൻ വേണ്ടി വേറെ ഇതുണ്ട്, അതിനെ പറയുന്നതാണ് സാറ്റലൈറ്റ് എന്ന്. ഓക്കെ, പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ഇൻ ദ സ്കൈ that revolve around the sun along a definite path. The earth is a planet. മക്കളെ, പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഹെവൻലി ബോഡീസാണ്. അത് സൂര്യനെ ഒരു നിശ്ചിത വഴിയിലൂടെ ചുറ്റി സഞ്ചരിക്കുന്നു. ഒരു നിശ്ചിത വഴിയിലൂടെ സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളെ നമ്മളെന്ത് വിളിക്കുന്നു? ഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു. ഡെഫിനിറ്റ് പാത്തിലൂടെ സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളെ അല്ലെങ്കിൽ ഹെവൻലി ബോഡീസിൽ നമ്മളെന്ത് വിളിക്കുന്നു? പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദ എർത്ത് ഈസ് എ പ്ലാനറ്റ്. നമ്മുടെ എർത്ത് ഒരു പ്ലാനറ്റാണ്. ഓക്കെ, സാറ്റലൈറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് റിവോൾവ് എറൗണ്ട് പ്ലാനറ്റ്. മക്കളെ, ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഹെവൻലി ബോഡീസാണ്, ആകാശഗോളങ്ങളാണ്. ഇവരുടെ പണി എന്താണ്? ഇവർ പ്ലാനറ്റ്സിനെ ചുറ്റുന്നു. പ്ലാനറ്റ്സ് എന്തിനെ ചുറ്റുന്നു? സൂര്യനെ ചുറ്റും വലം വയ്ക്കുന്നു, നിശ്ചിത പാതയുടെ വലം വയ്ക്കുന്നു. സാറ്റലൈറ്റ് ആരെ ചുറ്റുന്നു? പ്ലാനറ്റ്സിനെ ചുറ്റുന്നു. ഓക്കെ, ദ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സാറ്റലൈറ്റിൻ്റെ പേരെന്താണ്? മൂൺ. എർത്തിനെ ചുറ്റുന്ന സാറ്റലൈറ്റിൻ്റെ പേരെന്താണ്? മൂൺ. മനസ്സിലായോ? നമ്മൾ വെച്ചു 8 പ്ലാനറ്റ്സ് ഉണ്ട്. പിന്നെ പ്ലാനറ്റുകൾ സൂര്യനെ വലം വയ്ക്കുന്നു, സാറ്റലൈറ്റുകൾ പ്ലാനറ്റിനെ വലം വയ്ക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് എടുത്ത മക്കൾ, പേജ് നമ്പർ 60 എടുത്തേ. പേജ് നമ്പർ 60. ഞാൻ ചെറിയൊരു പാരഗ്രാഫ് കൂടെ എടുക്കുന്നുള്ളൂ. എടുത്തോ എല്ലാവരും? പേജ് നമ്പർ 60 ചെറിയ സ്മോൾ പാരഗ്രാഫ് അതുകൂടെ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. യു നോ ദാറ്റ് ദ എർത്ത് റൊട്ടേറ്റ്സ് on its axis, and the part of the earth on which sunlight falls experiences day and the other part experiences night. മക്കളെ, you know that the earth rotates on its axis, and the part of the earth on which sunlight falls experiences day and the other part experiences night. മക്കളെ, നമ്മുടെ എർത്ത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വന്തം ഇതിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എർത്തിൽ സൂര്യപ്രകാശം പതിക്കുന്ന സൺലൈറ്റ് വീഴുന്ന സ്ഥലത്ത് എന്ത് പറയും? പകലെന്ന് പറയും. ഓക്കെ, അതിന് എതിർഭാഗത്ത് എന്തിനു പറയും? സൺലൈറ്റ് വീഴാത്ത ഭാഗത്ത് എന്ത് പറയും? രാത്രി എന്നും പറയും നമ്മൾ, അല്ലേ? യു നോ ദാറ്റ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്. എർത്ത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കറങ്ങുമ്പോൾ സൂര്യപ്രകാശം ഏത് ഭാഗത്ത് വീഴുന്നോ, ഭൂമി ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ സൂര്യപ്രകാശം ഏത് ഭാഗത്ത് വീഴുന്നോ അതിനെ ഡേ ടൈം എന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ നൈറ്റ് എന്നും പറയും. അണ്ടർസ്റ്റാൻഡ്? താങ്ക് യു ചിൽഡ്രൻ. ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. അപ് ടു ഹിയർ ഐ ടുക്ക്. ദാറ്റ് മീൻസ് ഏതാണ്? പേജ് നമ്പർ 60 സ്മോൾ പാരഗ്രാഫ്. അപ് ടു ദിയർ ഐ ടുക്ക്. യു ഹാവ് ടു സ്റ്റഡി വെൽ. ഓക്കെ, യു ഹാവ് ടു റീഡ് വെൽ. നന്നായി വായിച്ച് പഠിക്കണം. കുറച്ചേ എടുത്തിട്ടുള്ളൂ, നന്നായി വായിക്കണം. അത്രയൊന്നും വായിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ മക്കളെ.